ഇന്ന് നമുക്ക് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിലെ പാർട്ട് 5 നോക്കാം. ഇതിലപ്പോൾ ആദ്യം കുറച്ച് ഓപ്പറേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. അപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിലും അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ വേണ്ടി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസിൻ്റെ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും വേണ്ടി നടത്തിയ പരിശോധന ഓപ്പറേഷൻ നാളികേര. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകോർ. നുംകോർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂട്ടാൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം വാഹനം എന്നാണ്. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകോർ. നുംകോർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് അർത്ഥം. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2023 തലശ്ശേരി പോലീസ് സ്റ്റേഷന് കിട്ടിയത്. 2024 അത് ലഭിച്ചത് മുഹമ്മ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് 2023 തലശ്ശേരി പോലീസ് സ്റ്റേഷനും 2024 മുഹമ്മ പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിൻ്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കോട്ടുക്കൽ, കൊല്ലം. ഇന്ത്യ റിസർവ് പോലീസിൻ്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത് കോട്ടുക്കൽ, കൊല്ലം. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി സമയം. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സമയം. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകൻ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകനാണ് RLV രാമകൃഷ്ണൻ. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു RLV ആര്യാദേവിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിതയാണ് RLV ആര്യാദേവി. ഇവിടെ RLV രാമകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകനാണ് RLV രാമകൃഷ്ണൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ
ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കാണ്. അത് തിരുപ്പതിയിലാണ്. ഇന്ത്യയിൽ തന്നെയാണ് ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്ക് തിരുപ്പതി. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് അപ്പോൾ ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്ക് തിരുപ്പതിയിലാണ്. രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പം നമ്മൾ 3 ഫാക്ട് പഠിച്ച് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേര് ബെയിലി. ബെയിലി പാലത്തെ അനുസ്മരിച്ചിട്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിൻ്റെ പേരാണ് ബെയിലി. നമ്മളപ്പോൾ ഇന്നലെ വേറൊരു ഫാക്ട് പഠിച്ചായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ജൂലൈ 30 ഹൃദയഭൂമി. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചത്. 2024 മെയ് മാസം അന്തരിച്ച ചക്രക്കസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക KV റാബിയ. 2024 മെയ് മാസം അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA കാനത്തിൽ ജമീല. കാനത്തിൽ ജമീല കൊയിലാണ്ടിയിൽ നിന്നുള്ള MLA ആണ്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA ആണ് കാനത്തിൽ ജമീല. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. അപ്പോൾ KS മണിലാൽ 2025 ജനുവരിയിൽ അന്തരിച്ചു. അദ്ദേഹം സസ്യശാസ്ത്രജ്ഞനാണ്. പിന്നെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത്. 2025 ജനുവരിയിലാണ് KS മണിലാൽ അന്തരിച്ചത്. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ചിത്രകാരൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച വ്യക്തിയാണ് മോപ്പസാങ് വാലത്ത്. അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലൻ്റെ ശരിയായ പേര് TP ഫിലിപ്പ്. ലോലൻ എന്ന കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലൻ്റെ ശരിയായ പേരാണ് TP ഫിലിപ്പ്. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ NK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. പ്രൊഫസർ NK സാനുവിൻ്റെ യഥാർത്ഥ പേര് മംഗലത്ത് കേശവൻ സാനു. പ്രൊഫസർ NK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. പ്രൊഫസർ NK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമാണ് വയലാർ രാമവർമ്മ. അപ്പോൾ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണ് 2025 നടന്നത്. 2025 മാർച്ച് 1 അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സിനിമാ ഗാനരചയിതാവാണ്. അദ്ദേഹം അന്തരിച്ചത് 2025 മാർച്ച് 1. 2025 ജനുവരി 25 അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ഡോക്ടർ KM ചെറിയാൻ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അദ്ദേഹം അന്തരിച്ചത് 2025 ജനുവരി 25.
ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ കെ എം ചെറിയാൻ.